ലിസിസ് ഫ്ലോയിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ആഷ്ലിന്റെ ആംഗ്ലയും വൈഫും വന്നിട്ടുണ്ട്, പുതുമോടികളാണ്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്യാണം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് അവർക്ക് ആഷ്ലി സൂപ്പർ ഒരു സദ്യയിൽ ഒരുക്കിയാക്കണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. മാത്രം വെള്ളയുമായോ ചെക്കനും പെണ്ണിനും ഒക്കെ ഞാൻ സെറ്റായി കാണിച്ചിട്ട് നമ്മള് അവർക്കൊരു പ്രാങ്ക് പോലെ കഴിക്കാത്ത പോർക്കാണ് കറി വെച്ചിട്ട് കഴിപ്പിച്ചേ ഇരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ വയ്യട്ടോ, നമുക്ക് നമ്മുടെ ഓഷിന്ന് ഉള്ള താത്തൂന്റെ പേര് ഓഷിൻ. ആ സാധനം ഇഷ്ടമില്ല എന്ന് വന്നു. പക്ഷെ അപ്പൊ ഞാൻ വന്നു, നിന്നെയും കൊണ്ട് ഞങ്ങൾ തീറ്റിക്കുമ്പോഴേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അവർക്കൊരു പണി കൊടുക്കാന്ന് വെച്ചിട്ടാ. അപ്പൊ ഞാൻ പോത്തിന്റെ സൂപ്പ് ആദ്യം ഞാൻ വന്നു ചായയും പലഹാരമൊക്കെ കൊടുത്തിട്ടോ. അത് അവർക്ക് കൊടുത്തു. അത് ഞാൻ വിട്ടുപോയി പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ഷമിക്കാം. ഇപ്പൊ രണ്ടാമത് കൊടുക്കാൻ പോണത് പോർക്കിന്റെ സൂപ്പ്, പിന്നെ അതേ ചിക്കൻ അല്ല പോർക്ക് എന്താണ് റോസ്റ്റ് അല്ലേ, പിന്നെ ചിക്കൻ പോർക്ക് റോസ്റ്റ് അല്ല, പോർക്ക് തനതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നമ്മുടെ പഴയ വറുത്ത് നമ്മൾ മസാല കൂട്ടിട്ടിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. പിന്നെ ഇതേ ചിക്കൻ വറുത്തത്, അത് നമ്മൾ വറുത്തത് തന്നെയാണ്. അതുകൊണ്ട് വലിയ ചോപ്പൊന്നും ഇല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ കാണാനില്ല, ചിക്കൻ കാണാല്ലേ പോയി മാറ്റി എന്താ കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പിന്നത്തെ സെക്ഷൻ. അപ്പൊ ഞാൻ അത് അപ്പം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇന്ന് പോർക്ക് തന്നെ പോവുള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയെ അപ്പോ നമ്മള് ആഷ്ലിക്ക് പോർക്കിറച്ചി ഇത് ആൽബിക്ക് ഓഷീനും കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തത് സൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ചായന് കൊടുത്തത് അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അതിന് ശേഷം പലഹാരം ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തതും പോർക്ക് തേങ്ങ ഇട്ട് തേങ്ങ ഇട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്രേവി അല്ലാണ്ട് ഇങ്ങനെ വെറുതെ വെള്ളം ഒഴിക്കാണ്ട് അരച്ച്, അത് തൃശ്ശൂർക്കാരുടെ ഒരു സാധാരണ ഒരു വെപ്പ് റോസ്റ്റ് എന്നാ പറയാൻ തോന്നുന്നു അതിനെ. അപ്പം അങ്ങനെ നമ്മൾ പോർക്ക് സെറ്റാക്കിയതും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമായി. ഓഷീനെ പോർക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്, അതാണ് ഇപ്പോൾ പറയണത്. പക്ഷേ ഇത് നല്ല രസമായിട്ടുണ്ട്. നീ കഴിച്ചായിരിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ കഴിച്ചു കേട്ടോ. പ്രോബ്ലം ഇല്ല, അവൾക്ക് പ്രശ്നമൊന്നും വന്നില്ല. പിന്നെ പോർക്കിൻ്റെ ഇതുണ്ട്, നമ്മൾ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പിൽ ഞാനൊരു ചേരം മയോണൈസല്ല കോൺഫ്ലവറും പിന്നെ മല്ലിയില ക്യാരറ്റ് കുനുകുനാന്നരിഞ്ഞ് അങ്ങനെയൊക്കെ ഇട്ട് സൂപ്പിൻ്റെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ വേവിച്ച് ഇത്തിരി സ്മൂത്തി പോലെ ഇങ്ങനെ കുറിയ പോലെ കിട്ടിയിട്ടാണ്. നല്ല രസമായിരുന്നു ഉണ്ടാക്കാൻ. സൂപ്പ് നമ്മൾക്ക് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിച്ചു അവർ. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ടാവുന്ന കാര്യങ്ങളും, അപ്പോൾ യൂട്യൂബ് നിങ്ങൾ തുടങ്ങുക. അവർ അയർലൻഡിലാണല്ലോ അവൾ. അവളോട് ഞാൻ പറഞ്ഞിട്ട് നീ വീഡിയോ കിട്ടുമെന്നുള്ള എനിക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് അയർലൻഡിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ന് ഞാൻ പറയണം. അപ്പോൾ അവളോട് അങ്ങനെ 1-2 പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പുതുമോടികളെ നമുക്ക് അവർ 26-ാം തീയതി ഒക്കെ പോവും, രണ്ടാളും 2 വഴിക്ക് പോവും. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ക്ഷണിച്ചു, അവർക്ക് ഒരു ഫുഡ് കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ അവളുടെ ആങ്ങളെ പെങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരു വരണമല്ലോ, പ്രത്യേകമായിട്ട് അത് ക്ഷണിക്കണം. അതിൻ്റെ പേരിൽ നമ്മൾ ക്ഷണിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവർക്ക് എന്താ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോണ കാര്യത്തിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ കേസൊക്കെ ഇത് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ബ്ലോക്കൊക്കെ വരികയോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവർ പോകാൻ സെറ്റായിട്ട് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. അപ്പോൾ അവർ ടൂർ പോണ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഫാമിലിയായിട്ട്. രണ്ടാൾ തന്നെ ഇതുവരെ ഒരിക്കലും പോയിട്ടില്ല. അതിനുള്ള ടൈമൊന്നും അവർക്ക് കിട്ടണമെന്ന് കാണാനില്ല എന്ന് തോന്നുന്നു. സമയം കിട്ടിയാൽ പോകുള്ളൂ എന്നൊക്കെ പറയണവർ. അപ്പോൾ അവർ വയനാട് പോവാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഊട്ടി പോവാം ഫാമിലിയായിട്ട്. അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ പറഞ്ഞിരിക്കണമെന്ന് മാത്രം. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയി നിൽക്കുമ്പോൾ. അപ്പോൾ ആഷ്ലിക്ക് അവനെ ക്ഷണിച്ചപ്പോൾ അവൾക്ക് അതൊരു സന്തോഷമായി. ആങ്ങളേനെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറ്റിയപ്പോൾ. അപ്പോൾ നമ്മുടെ ലിഞ്ചും തെലിയും കൂടിയിട്ട് ഇതിലേക്ക് ഒരു വലിയ സമ്മാനം ഉണ്ടായിരുന്നു. അത് മേടിക്കാൻ പോയി അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് അമ്മയും അവൾ 2 മണിക്കൂർ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. കുഴപ്പമില്ലാണ്ട് അവർ അത് മേടിച്ച് വേഗം വീട്ടിൽ വന്നു. അപ്പോൾ ദിലാൻ എല്ലാവരും പറയില്ലേ സമ്മാനം മേടിച്ചിട്ട് വന്നപ്പോൾ ആൽബങ്ങൾ പറഞ്ഞു അത് കാണിച്ചു കൊടുക്കടി നീ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി കാറ്റിക്സ് തന്നെ കേട്ടോ.
അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റും ട്രോഫീനും അവൾ കാണിച്ചു തരണതുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ഓഷി ആൻറ്റീൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ കസാര ഇട്ട് ആൻറ്റീൻ്റെ അടുത്ത് പോയിരുന്നു. വലിയ ആളായിട്ട് അവരതിനെ വർത്താനമൊക്കെ പറഞ്ഞ് ഗെയിം കളിക്കാൻ നമുക്കെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ചാച്ചനും മോളും കൂടിയിട്ട് തലേദിവസം സ്മാർട്ട് ബസാറിൽ നിന്ന് ബിസിനസ് ഗെയിം എന്തൊരു ഈ സാധനം കേട്ടോ, എനിക്ക് അതിൻ്റെ ശരിക്കും പേരറിയില്ല. ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ കാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കണം അവർ 3 ആളും കൂടിയിട്ട്. അവർക്കൊരു നേരം പോക്ക് വേണമല്ലോ. അപ്പോൾ ഇതിൽ അവർക്ക് ടൈം പാസ് പോലെ ഒരു നേരം പോക്ക് പോലെ ഇരുന്ന് കൊടുത്തു. ഇതിലൊക്കെയാണെങ്കിൽ കളിക്കാൻ ആൾക്കാരെ കിട്ടാണ്ടുള്ള വിഷമത്തിൽ ഇരിക്കണം. അപ്പോൾ ഇതില അങ്ങനെ അവരുടെ കൂടെ ഒരു അരമണിക്കൂർ നേരം അവർ 3 ആളും കൂടിയിട്ട് അത് കളിച്ചു. അങ്ങനെ കളിച്ച് ഇതിലേക്ക് പൈസ എണ്ണ അറിയുന്നില്ല. അപ്പോൾ അച്ചാച്ച അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആൽബി ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ചാച്ചൻ്റെ എല്ലാ കളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് മൂന്നാമത് നമ്മൾ ഫ്രൈഡ് റൈസിനായി കൊടുക്കണത് ഫുഡാക്കി സെറ്റാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഗെയിമൊക്കെ വേഗം കളിച്ച് അവസാനിച്ച് പോയിൻ്റ് കൂട്ടുന്നുണ്ട് അച്ചാച്ചൻ. ലിജോ അതേ പോയിൻ്റൊക്കെ കൂട്ടി കണക്കാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോയിൻ്റൊക്കെ കണക്കാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും ജയിച്ചത് നമ്മുടെ ദില തന്നെയാട്ടോ അതിൽ ജയിച്ചത്. അപ്പോൾ ദില കുറച്ച് പോയിൻ്റിന് ദില ജയിച്ചു. അതിൻ്റെ ഉള്ളിലും നമ്മുടെ ബേബി കരഞ്ഞ് ഏറ്റ് വന്നപ്പോൾ ഞാൻ കാലുമിട്ടാട്ടിയപ്പോൾ അവൻ വീണ്ടും അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങി. കാലം കിടന്ന് അവൻ വേഗം ഉറങ്ങുന്നുണ്ട്. അവന് തൊട്ടിൽ മേടിച്ചിട്ടില്ല നമ്മൾ, അപ്പോൾ ഒരു തൊട്ടിൽ മേടിക്കണം. അങ്ങനെ നമ്മൾ ഞാൻ കാലും വിട്ട് ആട്ടിയപ്പോൾ അവൻ കിടന്ന് ഉറങ്ങണം. വാശി അങ്ങനെ കാര്യമൊന്നുമില്ല ടെഷ ബേബിക്ക്. അവിടെ നിന്ന് പിന്നെ ലിഞ്ചും ആഷ്ലിയും കൂടിയിട്ട് ഇനി ഫ്രൈഡ് റൈസ് വിളമ്പാനുള്ള സെറ്റപ്പിലാണ് പോണത്. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ് അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫ്രൈഡ് റൈസ് 10 പ്ലേറ്റ് നമ്മൾ ഏൽപ്പിച്ചു. 10 പ്ലേറ്റ് എന്ന് പറയാൻ അത്രയും നമ്മൾ വീട്ടിൽ അവർ രണ്ടാളും നമ്മളൊരു 5-6 ആൾക്കാരുള്ളത് കേട്ടോ. അതിന് ഈ കറി ചില്ലി ഗോപി പിന്നെ സർലാസ് മയോണൈസ് എന്താണ് ടൊമാറ്റോ സോസ് പിന്നെ അച്ചാറൊക്കെ ഇരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മാങ്ങച്ചാറിന കോപ്പയിലിരിക്കുന്നത് കേട്ടോ. മാങ്ങ ഞാൻ ജോസരം കൊണ്ടുവന്നപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് അങ്ങനെ ഇട്ടപ്പോൾ എല്ലാവരും അതന്നെ വരി തിന്നുക. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ലിഞ്ചി എല്ലാതും തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആഷ്ലി പറഞ്ഞു വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക നമുക്ക് പറഞ്ഞിട്ട്. അവന് അച്ചാറും സാലഡ് ഉണ്ട്, പിന്നെ ഈ തൈരിലിട്ട സർലാസ് ഉണ്ടല്ലോ ആ സാധനമുണ്ട്. അങ്ങനെ പിന്നെ പൈനാപ്പിൾ കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് ഞാൻ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് സെറ്റിങ്സ് ആയിട്ട് മൂന്നാമത് നമ്മൾ അതാണ് അവർക്ക് കൊടുക്കാൻ പോണത്, ഫുഡ് കൊടുക്കാൻ പോണത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് കഴിഞ്ഞു. 10 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതേ ഒരു ടാറ്റ പറഞ്ഞു കഴിക്കാനായിട്ട് ഇവരെല്ലാവരും ഇതേ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ ദില അവിടെ നിന്നിട്ട് അവരോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നിവിടെ കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അമ്മയായിട്ട് എൻ്റെ ദില മോള് അവരോട് പറയുന്നു. അപ്പോൾ അവരിതേ വണ്ടി എടുത്തു, അവരിതേ പോയി എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും മറത്ത് നിന്നുള്ളോണ്ടാണ്. അങ്ങനെ അപ്പോൾ ഞാനും ആൻറ്റീൻ്റെ കൂടെ യൂട്യൂബറാവാണ്ടെന്ന് പറഞ്ഞിട്ട് ഓഷ്യൻ, അതായത് ആഷ്ലീൻ്റെ നാത്തും ഞാൻ പറഞ്ഞു ഓക്കെ നീ അയർലൻഡിലത്തെ വീഡിയോസ് എനിക്ക് ഇട്ടതായി, അങ്ങനെ നീ സെറ്റാവും എന്നിട്ട് പിന്നെ അവസാനം നിൻ്റെ പേരിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷബേബിൻ്റെ എടുത്ത് അപ്പോൾ ഇഷബേബി ദിലാരമ്മ ദിലാനി എടുത്തിട്ട് വരിക. അങ്ങനെ എല്ലാവരും വന്നു. ഭംഗിയായിട്ട് നമുക്ക് അവരെ സ്വീകരിക്കാൻ പറ്റിയിട്ടോ, സന്തോഷമായി. അപ്പോൾ ആഷ്ലിക്ക് അതൊരു സന്തോഷമില്ല, അവളുടെ ആങ്ങളാനെ വിളിക്കാമെന്ന് പറയുമ്പോൾ അത് നടന്നു. അപ്പോൾ ഭംഗിയായിട്ട് അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയപ്പോൾ നമുക്കതൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഫോട്ടോ സെറ്റ് ചെയ്ത ഭാഗം കണ്ടില്ലേ. അപ്പം അങ്ങനെ ദിലാമതേ വയറൊക്കെ ടൈറ്റായി ഇരിക്കുകയാണ്. ആഷ്ലി ഇത് എവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം